മാർച്ചെടുത്ത പ്രാധാന്യം രണ്ടു വർഷം മാർച്ചെട്ടിന്റെ പ്രാധാന്യം അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ചെട്ട്. എല്ലാ വർഷവും നമ്മൾ 1957 മുതൽ നമ്മളിത്, അതായത് അന്ന് 100 വർഷങ്ങളായി. 65 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം അന്ന് ന്യൂയോർക്കിലെ ഒരു സ്പിന്നിങ് മില്ലിലെ തൊഴിലാളികൾ ഈ ഒരു ദിനം നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ വിജയഗാഥയാണ്. അതാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർച്ച് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1977 അത് നമ്മുടെ ഇന്ത്യയിലും പ്രാബല്യത്തിലായെന്നാണ് പറയുന്നത്. അന്നൊക്കെ ഞങ്ങൾ ഇതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട് വനിതാ. പക്ഷേ പോരാട്ടം മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല. ഇപ്പോഴും അതേ പീഡനങ്ങളൊക്കെ തന്നെ തുടരുന്നു. ഇപ്പോൾ നമ്മൾ 2025 ഈ വനിതാ ദിനത്തിന്റെ പ്രമേയം നമ്മൾ ഒറ്റക്കെട്ടായി നമ്മളല്ല പ്രമേയം. നമ്മുടെ സർക്കാരിൽ നിന്നൊരു പ്രമേയം എന്തോ ആ പ്രമേയം പ്രവർത്തനം ത്വരിതപ്പെടുത്തുക. അതാണ് പ്രമേയം. അതായത് ശക്തമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുക. അതാണ് പറഞ്ഞത്. അതാണ് 2025 പ്രമേയം. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ വീടുകളിൽ വരെ ഇപ്പോഴും പെൺകുട്ടികൾക്കോ വനിതകൾക്കോ ഒന്നും സുരക്ഷിതത്വം തീരെയില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് തൊഴിലിടങ്ങളിലോ ഒക്കെ. അല്ല, അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഭ്രൂണഹത്യ വരെ ഇപ്പോഴും നടക്കുന്നില്ലേ. അതൊക്കെ അതിന്റെയൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ്. അതൊക്കെ നമ്മുടെ നിയമം കൊണ്ട് തന്നെ ശക്തമാക്കി കൊണ്ടുവന്ന് തന്നെ പെണ്ണുങ്ങൾക്ക് സുരക്ഷിതത്വം കൂടുതൽ കൊടുക്കണം. പിന്നെ പെണ്ണുങ്ങൾ കൂടുതൽ ശക്തി ആർജിക്കണം. ഇതൊക്കെ എന്ത് വന്നാലും നേരിടാൻ മുന്നോട്ട് വരും. ശക്തമായിട്ട് ശരിയാകത്തില്ല. ഇപ്പോഴും തൊഴിൽ സ്ഥലത്ത് പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര നമ്മൾ ഉന്നതിയിലായെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തൊഴിൽപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ട് എത്ര മികവറ്റ ഇതാണെന്ന് പറഞ്ഞാലും നമ്മൾ മുന്നേ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇന്നും ഒരു കാര്യമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് യാതൊരു പ്രസക്തി. നമ്മൾ ഈ കൂലിപ്പണിക്കാരി കണ്ടില്ലേ, സ്ത്രീകളും അവരോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നു, മൈക്കാട് പണി ചെയ്യുന്നു. പുരുഷന്മാർക്കൊക്കെ അവർക്ക് ശമ്പളം കൊടുക്കാറില്ല. അതില്ല. തുല്യവേതനം എന്ന് പറയുന്നത് തുല്യവേതനം ഇല്ല. അതുപോലെ തന്നെ പലതും നമ്മൾ ജോലിക്കടകളിൽ എല്ലാ ഷോപ്പുകളിലും നോക്കിയാൽ പെൺകുട്ടികൾക്ക് ഇരിക്കാനൊരു ചെയറോ ഒരു സ്റ്റൂളോ കൊടുക്കാറില്ല. അത് വളരെ ദയനീയമായ കാഴ്ച. അതിനെതിരെ ഈ നമ്മൾ തന്നെ വേണമെങ്കിൽ ഇടപെടേണ്ട അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് വേണ്ടി നമുക്ക് ശക്തമായിട്ടൊന്ന് ഇറങ്ങിയാലെന്താണ് ഒരു സ്റ്റൂൾ അത് വേണ്ടതാ ടീച്ചറെ. സ്ത്രീകൾ തന്നെ മുന്നിട്ട് ഇറങ്ങി ശക്തമായിട്ട് പൊരുതണം. നമ്മുടെ KR മീരയില്ലേ, ആരാച്ചാരൊക്കെ എഴുതി ഒത്തിരി അവാർഡൊക്കെ കിട്ടിയതാണ്. അവർ പോലും പണ്ട് കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൽ പറഞ്ഞതാണ്, അവരുടെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് പോയിട്ട് വന്ന് 8 മണിക്ക് വന്ന് ബസ് ഇറങ്ങുന്ന സമയം ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു കാർ ഇങ്ങോട്ട് വന്നിട്ട് വരുന്നോ എത്രയാ റേറ്റ് എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവരാകെ ദേഷ്യപ്പെട്ട് അവർക്ക് അടുത്ത കുറച്ച് വഴി ഇച്ചിരി അങ്ങോട്ട് നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ വേഗം അവർ നടന്നു പോയി. വീട്ടിൽ ആദ്യം ചെന്ന ഉടനെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വന്ന് ചോദിച്ച്. അപ്പോൾ ഇച്ചിരി നേരം കൂടെ നിന്ന് അവർ ചിലപ്പോൾ പിടിച്ചോണ്ട് പോയേനെ. അപ്പോൾ അമ്മ തന്നെ പറഞ്ഞ് വേണ്ട മോനെ പ്രശ്നമാക്കണ്ട, അവർ പോയില്ല. ഇനി അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, ഇതൊക്കെ പുറത്ത് വന്നാൽ ആളുകൾക്ക് കുറച്ചിലാണെന്നുള്ള ഇത് വരുന്നുണ്ട്. അവർ പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ KR മീര നിന്നില്ല. അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇവർക്ക് വണ്ടി അറിയായിരുന്നു. അതുകൊണ്ട് അവിടെ പറഞ്ഞ ഉടനെ പോലീസുകാരുടനെ പറഞ്ഞ്, അയ്യോ മാഡം എന്തിനാണ് ആ 8 മണിക്കൊക്കെ എന്തിനവിടെ വന്നു, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ നോക്കെന്നാണ് പറയുന്നത്. അപ്പോൾ അവരങ്ങ് ഡൗൺ ആയിപ്പോയി. ഒരു പെണ്ണുങ്ങളുടെ സുരക്ഷിതത്വം നോക്കാതെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ അന്നത്തെ DGP ആ ഒരു ഇത് കിട്ടി. അതെല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒട്ടുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കുക ആൾക്കാർ. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് പെണ്ണുങ്ങളിലും അതിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതും നമ്മുടെ ഒരു പരാജയമാണ്. സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ ശ്രദ്ധിക്കുക, മുന്നോട്ട് പോകണ്ട. സ്ത്രീകൾക്ക് അവർക്ക്
അവർക്ക് തുല്യ വേതനം കൊടുക്കുന്നില്ല, ഇരിക്കാനൊരു ഒരു ഇരിപ്പിടം കൊടുക്കുന്നില്ല, പിന്നുള്ളവർക്ക് വേണ്ടത് വിശ്രമ സമയം കൊടുക്കുന്നില്ല. തുടർച്ചയായിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നത്. നമുക്ക് പോയി നിന്നാണ് അത് അനുഭവിച്ചറിയാം. കാര്യമുണ്ട്. എന്ത് നമുക്ക് ഇതുപോലെ ആളുകളും നേരങ്ങളും വന്നാലും നമ്മളത് ഓപ്പണായിട്ട് പറയാനുള്ളൊരു ധൈര്യം ആരോടാണ്? നമ്മൾ സഹപ്രവർത്തകരോടാണ്, വീട്ടിൽ വന്നാണ്, വീട്ടിലുള്ള ചുറ്റുപാടിൽ നിന്നാണ്, ഇതെല്ലാം നമ്മൾ ഓപ്പണായിട്ട് പറയാനുള്ളൊരു ഒരു ഒരു തൻ്റെ നമ്മൾ കാണിച്ചത്. അത് എല്ലാം ഒറ്റ ആളുകൾ അതിന് പെണ്ണല്ലേ, അതിന് അങ്ങനെ സംഭവിച്ചാലും അപ്പം മിണ്ടണ്ട, തൽക്കാലം മിണ്ടണ്ട, അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നാണെങ്കിൽ അതിനുള്ളൊരു പ്രേരണയാണ് പൊതുവെ കൊടുക്കുന്നത്. അത് വീട്ടിലൊരു ആണും പെണ്ണും മകളുണ്ടെങ്കിൽ എല്ലാവരും സമത്വമൊക്കെ പറയുന്നുണ്ട്. സമത്വം പറയുന്നെങ്കിൽ വീട്ടിൽ പോലും അടുക്കള പണിക്ക് പെണ്ണിനെ വിളിക്കുകയും പിന്നെ പുറത്തെ പണിക്ക് ആണുങ്ങളെ വിളിക്കുകയും രണ്ടും കൊടുക്കണം ഈക്വലായിട്ട്. എന്നാലും അവർക്കത് സമത്വം എന്ന് പറയാം. പെണ്ണിന് ആ ഒരു ഇത് കിട്ടുന്നില്ല, കിട്ടുന്നില്ല. അല്ല, എല്ലാം ആചാരമായിട്ട് പോകുന്നത്, ആചാരവും ആഘോഷമായിട്ട് മാത്രമാണ് ദിനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന പലരും അറിയാറുണ്ട്. ഒരു പ്രസവിച്ച് കഴിഞ്ഞാൽ ജോലി കൊടുക്കാൻ കാരണം ഇവർക്ക് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, കൂടെ ലീവ് എടുക്കേണ്ടി വരും. എന്നിട്ട് അവരുടെ ജോലിയിൽ നിന്ന് അവരെ അല്ലാതെ പറയുമ്പോഴത്തേക്ക് സ്ത്രീയെ കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്. സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, വിളക്കാണ്, വീട്ടിലെ വിളക്കാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ജോലി സ്ഥലങ്ങളിൽ അവർക്ക് പ്രാഥമിക ആവശ്യത്തിന് സൗകര്യം. മുതുകാടില്ലേ നമ്മുടെ മനുഷ്യൻ മുതുകാടിന്റെ ഒരു ഇത് ഞാൻ വായിച്ചു, വാട്സാപ്പിൽ കണ്ടതാണ്. അങ്ങനെ പറയുന്നത് പിന്നെ അത് കുഞ്ഞിലെ തന്നെ ആ കുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, കലാപരമായിട്ടൊക്കെ മുന്നോട്ട് പോകണമെന്നും സ്കൂളിലെ പരിപാടികളിൽ പങ്കെടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് വലിയ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിനും എവിടെയും ഒരു അടിച്ചമർത്തൽ ഇല്ല. അതിന്റെ പിന്നെ അതങ്ങോട്ട് വളർന്നു വന്നു, പിന്നെ പഠിത്തമായി, പഠിച്ചങ്ങനെ ആയി, പിന്നെ കല്യാണം കഴിച്ചപ്പോൾ കല്യാണം കഴിച്ച വീട്ടിൽ ഇതൊന്നും നടക്കുന്നില്ല. അമ്മായിപ്പ ഇതിനെല്ലാം എതിരാണ്. അതൊരു പെണ്ണാണ്, എന്നാൽ തന്നെയും അവർ പോലും അതിനെതിരായി. അവർക്ക് ആ കൊച്ച് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്നും എൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനെ ജോലിക്ക് പോലും പോകാം. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, കലാപരമായിട്ടും വിദ്യാഭ്യാസമായിട്ടൊക്കെ കഴിവുള്ള കുട്ടിയായിരുന്നു. അത് ഞാൻ ഈ മുതുകാടിൻ്റെ ഒരു സത്യം കണ്ടതാണ്. സത്യമല്ലേ, എത്രയോ പേരെങ്ങനെ കഴിവുള്ളവർ എല്ലാം ഇങ്ങനെ പലതരത്തിൽ പുതിയ സൗകര്യങ്ങൾക്ക് ഉള്ള നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ലൈംഗിക ചൂഷണം, ലൈംഗിക അതിക്രമം സിനിമാ മേഖല അതൊരു തൊഴിൽ മേഖല തന്നെയാണല്ലോ, അവിടെ ലൈംഗിക അതിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കൂടുതലും സ്ത്രീകളും അതിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു നമുക്ക് ചാനൽ കാണാം, വാർഡ് നെറ്റിലൊക്കെ വരുമ്പോഴാണ് അതിനകത്ത് നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഒരു ഡാൻസ് തന്നെ എടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ പുരുഷന്മാരെല്ലാം നല്ല മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുകയും സ്ത്രീകൾ വസ്ത്രം അല്പമാത്രം ധരിച്ചാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ തയ്യാറാകുന്നതാണല്ലോ ഈ അവസ്ഥാവിശേഷം മോശമാകുന്നത് എന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. സ്ത്രീകൾക്കും അതിന് ഉത്തരവാദിത്വം ഇല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. ഈ വസ്ത്രധാരണത്തിന്റെ കാര്യം ടീച്ചർ പറഞ്ഞത് വേണം. അത് പേരൻസ് ഇപ്പം പുറത്തോട്ട് പോകുന്ന പേരൻസ് തോളയിലൊക്കെ ഇടും, ഷാളൊക്കെ ഇട്ട് തോളയിലൊക്കെ ഇട്ട് പോകും. പെൺകുട്ടികൾക്ക് കയ്യില്ല, ഒന്നുമില്ല. എൻ്റെ വീട്ടിലാണേലും അങ്ങനെ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് വീട്ടിൽ അത് തന്നെ ആകത്തേ ഉള്ളൂ. പക്ഷെ അതവര് ബോധവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ പെണ്ണിനും ആണിനും അങ്ങനത്തെ ഡ്രസ്സ് അതിൻ്റെ അടുത്തൊക്കെ ഒരു ഇത് വരേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ സഹോദരിയാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി അവർ വരുവാണിത്. ആ മൂല്യം ഉണ്ടെങ്കിൽ അവർ ആ രീതിയിലേ കാണത്തുള്ളൂ. നമ്മളിപ്പോൾ ഇച്ചിരി ഡ്രസ്സ് മാറിയിരുന്നു അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് അത് പറയുമ്പോഴാണ് അല്ല ഇപ്പോഴത്തെ വേഷധാരണം ശ്രദ്ധിച്ചിട്ടുണ്ട്. മാന്യമായ വസ്ത്രധാരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. ആയിക്കോട്ടെ, കാരണമുണ്ട്. ഈ പുരുഷന്മാരെയാണ് ആകർഷിക്കത്തക്ക വിധത്തിൽ സ്ത്രീകൾ വസ്ത്രധാരണം ചെയ്യാൻ പാടില്ലെന്ന് തന്നെയാണ് എനിക്ക് ശക്തമായിട്ട് പറയുന്നത്. കയ്യില്ലാത്ത ബ്ലൗസും വയറ് കാണിച്ചുള്ള ഉടുപ്പും ഒക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. കൊച്ചു കുട്ടികൾ നടക്കുന്നത്. അതിന് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരുടെ കൂടെ നിന്ന് അമ്മയച്ഛനും നല്ല മാന്യമായ രീതിയിൽ ഇവരെ ഇത്രയുള്ള നിൽക്കും വിളിച്ച് ആണ്. എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെയാണെന്ന് വിചാരിച്ചു. ഞാൻ പറയാ അതുപോലെ ഈ ലൈംഗിക അവര് മൈൻഡ് ചെയ്യാറില്ല. പുറത്തൊക്കെ അവർ നടക്കുന്നത് അവർ മൈൻഡ് ചെയ്യാറില്ല. അവരത് ശീലിച്ചു പോയി. അവരുടെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ട് ഒരാൾ നിക്കര ഉടൻ വരെ ഇട്ടെന്ന് വെച്ചാൽ അവർക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഒരു ചട്ടക്കൂടി നമ്മൾ വളർന്നു പോയത് കൊണ്ടാണ് നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട്. ചട്ടക്കൂട് ആവശ്യം തന്നെയാണ്.
സ്ത്രീകളെ സ്വതന്ത്രരായിട്ട് അങ്ങനെ അഴിച്ചു വിടുന്നത് തെറ്റാണെന്നാണ് തന്നെയാണ് അല്ല, അഴിച്ചു വിടുകയാണ് ഇപ്പം ചെയ്യുന്നത്. അതല്ല ഇപ്പം ഇന്നലെ 2 കുട്ടികളെ കണ്ടില്ല, എന്തായാലും കിട്ടി, അവർക്ക് വീട്ടിൽ വരണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ല, സ്വാതന്ത്ര്യം ആദ്യം തന്നെ നമ്മൾ അമിതമായിട്ട് കൊടുക്കുമ്പോൾ ഒരു നമ്മളെ ഒരു ഇതും കൂടെ വേണം, സ്വാതന്ത്ര്യം വേണം. ഈ കാര്യങ്ങൾക്ക് നമ്മൾ കൂടി ഉത്തരവാദിക്കണം തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ സ്ത്രീകളുടെ ഈ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾക്ക് സ്ത്രീകൾ നേരിടുന്നതിന് എതിരായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടൊരു പദ്ധതിയാണ് നിർഭയ. അതിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ടീച്ചറെ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, ശരിയാണ്. നിർഭയ കൊണ്ടുപോകുന്നു നമ്മൾക്ക് രാത്രിയിൽ ഒരു സിനിമയ്ക്ക് ഒന്നും നടക്കത്തില്ല. അത് പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും അത് പാടില്ല. എന്തിനാ അങ്ങനെ പോകുന്നത്? അങ്ങനെയല്ല, സ്ത്രീ അതിക്രമിച്ചുള്ള കാര്യങ്ങളിൽ നമ്മൾ അതെല്ലാം നമ്മള് വേണ്ടാത്ത തന്നെയാണ്. സിനിമ ആയതുകൊണ്ടല്ലേ, ജോലി കഴിഞ്ഞ് ചിലപ്പം ഇപ്പൊ മീര പറഞ്ഞ പോലെ 8 മണിക്കും 10 മണിക്കും ഒക്കെ വന്നിറങ്ങുന്ന സ്ത്രീകളുണ്ട്. അപ്പം നമുക്ക് അവർക്ക് സുരക്ഷിതത്വം വേണം. എന്നാലും നമ്മുടെ ലോകം ഇത്രയധികം അർപ്പണിച്ചു പോയി. അത് നേരെയാക്കാൻ ഒരു ദിവസമുണ്ട്, ഒന്നും പറ്റിയല്ല, നേരെയാകുമെന്ന് തന്നെ അറിയാം. അപ്പോൾ എന്ത് വേണം? നമ്മുടെ സുരക്ഷിതത്വം കുറച്ച് നമ്മളും കൂടെ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. ഉത്തരവാദിത്വമുണ്ട് നമുക്ക് എല്ലാവർക്കും. നമ്മൾ വനിതാ ദിനം എന്ന് പറഞ്ഞാൽ ആചാരവും ആഘോഷവും എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു കവിത എഴുതി അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു, പ്രഭാഷണം പറഞ്ഞു, ന്യൂയോർക്കിലെ തുണിമില്ലിലെ തൊഴിലാളികൾ സമരം ചെയ്തു. ഇത് പറഞ്ഞുകൊണ്ട് പോരാ, ഇതിന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പ്രവർത്തനം വേണം. ഇച്ചിരിയെങ്കിലും മെച്ചപ്പെടാൻ വേണമെങ്കിൽ, മെച്ചപ്പെടണമെങ്കിൽ നമുക്ക് പ്രവർത്തിക്കണം. അതാണ് ഈ വർഷത്തെ പ്രമേയം, പ്രവർത്തനം ത്വരിതപ്പെടുത്തുക. അതാണ് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന പ്രമേയം. സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി തന്നെയല്ല, എല്ലാ തുറകളിലും അതെ, ന്യായമായ തുറകളിലെല്ലാം ആവശ്യമാണ്. തുടങ്ങണം. അതുപോലെ സ്ത്രീകൾ ശക്തമായി നിൽക്കണം. സഹോദരങ്ങൾ തമ്മിലാണ് അതിപ്പോ പേരൻസ് പഠിപ്പിച്ചു കൊടുക്കണം. പുറത്തോട്ട് പോയാൽ അവിടെ ഇങ്ങനെ കാണണം. ഇപ്പം സഹോദരിയുടെ കണ്ടാൽ നമുക്ക് ആ ഒരു ചിന്ത വരത്തില്ല. ഇത് വീട്ടിൽ നിന്ന് തന്നെ അത് പഠിക്കേണ്ടത്. അത് അമ്മ വേണം അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലാതെ അച്ഛനല്ല അതിനകത്ത് കൊടുക്കുന്നത്. അത് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ആയാൽ ഈ പറയുന്ന വനിതാ ദിനത്തിനുള്ളൊരു പ്രസക്തി കുറച്ചുകൂടെ ഒന്ന് ഊഷ്മളപ്പെടും. സ്ത്രീകള് അതിന് അതുപോലെ സ്ത്രീകളുടെ ബോധവൽക്കരണം ഉണ്ടാണ്. ഇങ്ങനെയുള്ള നിർഭയ പോലുള്ള പദ്ധതികളുണ്ടെന്നുള്ളത് അറിവില്ലാത്ത സ്ത്രീകളുണ്ട്. അപ്പം നമുക്ക് പരാതിപ്പെടാൻ സൗകര്യമുണ്ട്, ഇന്നും അറിയാൻ മേലാത്തവരുണ്ട്. അതൊരു ബോധവൽക്കരണം കൊടുക്കുകയും കൂടെ വേണ്ട. പിന്നെ ഒരു കുട്ടിക്ക് നേരെ ഉണ്ടായ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ ആ കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയുന്ന വാക്കുകളാണ് ഈ കവിത. കവിതയുടെ പേര് അമ്മയെ എനിക്കെന്തൊരു ജന്മം എന്നാണ്. ജീവിക്കേണ്ട എനിക്കിനി ഭൂമിയിൽ ക്രൂരമാം ജീവിതം എത്ര ഭയാനകം. വിടർന്നു തീരും മുൻപേ കടിച്ചു കീടുന്ന രാക്ഷസ മക്കളിൻ ക്രൂര പ്രവൃത്തികൾ പാതയോരത്തുറങ്ങാനുമാവാതെ പേടിപ്പെടുത്തും കരാളഹസ്തങ്ങളും. ജീവിക്കേണ്ട എനിക്കിനി ഭൂമിയിൽ ക്രൂരമാം ജീവിതം എത്ര ഭയാനകം. ശരി.